വാലടച്ചിട്ടേക്കുന്നു. ഇപ്പൊ പാറ എങ്ങനെ ഇങ്ങോട്ട് ഉറങ്ങാണ്. കുറ്റിയിട്ടേക്കുന്ന ഞാൻ പലതവണ അടുത്ത് പറഞ്ഞുണ്ട് ഉറങ്ങുമ്പോ വാല് കുറ്റിയിടരുതെന്ന്. പാറല്ലേ അമ്മൂമ്മ എന്തിനാ വാലകത്തുനിന്ന് കുറ്റിയിട്ടേക്കുന്നേ? എന്ത് ചേച്ചിയായിരുന്നു വിളിക്കണേ? എന്തോ ചേച്ചി? അല്ല ഞാനേ വിചാരിച്ച് പാറു അകത്ത് കയറി വാല് കുറ്റിയിട്ടേക്കുവാന്ന് ചോദിച്ചപ്പോ അമ്മൂമ്മ. ആ അമ്മൂമ്മി. ആ അതിപ്പോ എന്തായാലും ആയി. ഇതോടൊപ്പം കടവലത്ത് പോന്നു. ഒറ്റയ്ക്കാ? ഒറ്റയ്ക്ക് പോയാൽ എന്താ കുഴപ്പം? എന്നെ ആരും പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. അമ്മൂമ്മ വേണമെങ്കിൽ കൂടെ ഞാനിവിടെ വരാം. എന്റെ കൂടെ ആരും വരണ്ട. அம்மா கூட வர வேண்டாம் சொன்னா இப்படி இப்பவே லேட் ஆயிடுச்சு. இனி போய் வரதுக்குள்ள ராத்திரி ஆகும். അതിന് ഞാൻ പടവലത്തെ വീട്ടിൽ കിടന്നുറങ്ങിക്കോളാം. ഇപ്പം ഞാൻ പോകുന്നത് പാഴൂരപ്പന്റെ അടുത്തോട്ടാ. ഞാനേ വർഷങ്ങളായിട്ട് തിങ്കളാഴ്ച വ്രതം എടുത്ത് കൂവളമാല കൊണ്ട് കൊടുക്കുന്ന പാഴൂരപ്പന്. പാഴൂരപ്പൻ എന്നെ കൈവിടത്തില്ല, എനിക്ക് ഉറപ്പാ. ആ ഞാൻ നേരത്തെ പറഞ്ഞ നേർച്ച കഴിപ്പിക്കാൻ വേണ്ടിട്ടാണെങ്കിലേ അത് ഇന്ന് പോവണ്ട, പിന്നെ എപ്പോഴെങ്കിലും പോയാ മതി. എപ്പോഴെങ്കിലും പോവാനേ ചിലപ്പോ ഞാൻ കണ്ടെന്ന് വരത്തില്ല. എനിക്ക് പോണം, ഞാൻ പോവാ. അങ്ങനെ പോവല്ല, അങ്ങനെ പോയാ എങ്ങനെ ശരിയാവും? വിടില്ലച്ചി, എനിക്ക് പോണം. അങ്ങനെ പോകാൻ പറ്റില്ലെന്നേ. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാം. ആരും എന്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞില്ലയോ? എടാ കേശു, ആ ബാങ്കിലെ ആളെ പിന്നെയും ഞാൻ വിളിച്ചടാ, കിട്ടുന്നില്ലടാ. അയാൾക്ക് ഇങ്ങോട്ട് വിളിക്കുന്നുമില്ല. ഇതിപ്പോ എന്തിനമ്മൂമ്മ എന്റെ പൊന്നമ്മൂമ്മ ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കണേ? വെറും 500 രൂപയുടെ കേസല്ലേ ഉള്ളു. 500 രൂപ വേണമെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് അങ്ങ് തരാ. എടാ 500 രൂപ അല്ല, പിന്നെ എത്ര രൂപ? അത് ഇച്ചിരി പൈസ ഉണ്ട്. അടക്കണേ. പിന്നെ ഈ ഒത്തിരി പൈസ ഉണ്ട്, ഒത്തിരി പൈസ ഉണ്ട്, 500 രൂപ ഉണ്ട്, അതാണ് ഇതാണെന്ന് പറയുന്നത്. ദേവി ഇത് ശരിക്കുള്ള എമൗണ്ട് ഒന്ന് പറയാവോ? അത് ഇച്ചിരി കൂടുതലുണ്ടടാ. എത്രയാന്ന് പറ. 12,75,775 രൂപ 50 പൈസ. എത്ര? 12,75,775 രൂപ 50 പൈസ. ലക്ഷമല്ല, ലക്ഷങ്ങൾ. എടാ നീയൊക്കെ കഴിക്കട്ടുന്ന കാശാ അത്, വല്ലോനും കൊണ്ടുപോയി തിന്നുന്നത്. ഉറുമ്പരിമണി ശേഖരിക്കുന്നത് പോലെ ഞാനും അപ്പൂപ്പനും കൂടെ കൊച്ചുമക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാശാ പോയത്. എനിക്ക് വയ്യ. എനിക്ക് അതെ, ഞാന് ആ ബാങ്കിന്റെ മുമ്പിൽ ചെന്ന് സത്യാഗ്രഹം കിടക്കും. എന്റെ കാശും കൊണ്ട് പോയവൻ ഒരു കാലത്തും ഗുണം പിടിക്കാതെ തല പൊട്ടിത്തെറിക്കും. അമ്മൂമ്മയുടെ കാശ് എവിടെയും പോയിട്ടില്ല. അമ്മൂമ്മയുടെ 12,75,775 രൂപ എവിടെയും പോയിട്ടില്ല. പിന്നെ ഞങ്ങളോട് എന്താ പറഞ്ഞ്? സൊസൈറ്റിയില് 500 ഉലുവേ ഉള്ളൂ എന്നാ അല്ലേ? അതിനെ ഞങ്ങൾ തന്ന പണിയാണിത്. 12,75,000. അത് എനിക്ക് തിന്നാനല്ല, നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്ന കാശാ. ഞങ്ങൾ തിന്നാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ. എവിടെ തരണേ? അപ്പൊ നിങ്ങളെല്ലാരും കൂടെ എന്നെ പറ്റിക്ക് വരുന്നില്ലയോ? എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ ചത്തുപോയിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ ഇതാനെ? സൊസൈറ്റിയിലെ പൈസ മൊത്തം ഞാൻ കിട്ടിയേനെ. പിന്നെ അമ്മൂമ്മ ബാങ്കിലുള്ളവരെയും അവരിവരെയൊക്കെ വിളിച്ചിട്ട് കോള് പോവാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. ഫോണിൽ എയറോപ്ലെയിൻ മോഡ് ഞാൻ ഓൺ ആക്കിയിട്ടിരുന്നു. എന്നുവെച്ചാ കോൾ അങ്ങോട്ടും പോവില്ല, കോൾ ഇങ്ങോട്ടും വരില്ല. എടോ ഉമേശ്വരനെ ഞാൻ വിളിച്ചില്ല, ചുമ്മാ പറഞ്ഞതാ. എത്ര? 12 ലക്ഷം അല്ലേ? 12,75,000. അമ്മൂമ്മ സൊസൈറ്റിയിലേ 10,000 രൂപയേ ഉള്ളൂ എന്ന് പറയുമായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ. പക്ഷെ അമ്മൂമ്മ എന്താ പറഞ്ഞേ? 500. അതിലാണ് ഞങ്ങക്ക് ഡൗട്ട് വന്നത്. അമ്മൂമ്മോയി, ഞങ്ങള് സൊസൈറ്റിയിൽ അമ്മൂമ്മയുടെ പേരിൽ മാക്സിമം പോയ ഒരു 50,
55, 60, 65,000 വരെ മാക്സിമം പ്രതീക്ഷിച്ചു. പക്ഷെ ഈ 12,75,000 എന്നൊക്കെ പറഞ്ഞ ചേച്ചേ, അമ്മൂമ്മയുടെ പേരില് അപ്പൂപ്പൻ വേറെ 2-3 ബാങ്കില് അക്കൗണ്ട് എടുത്ത് കൊടുത്തിട്ടില്ലേ? ഉണ്ടല്ലോ. അതിന്റെ ഒക്കെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതിനകത്തിലൊന്നും ഒന്നുമില്ല